പെരിങ്ങനാട് ചർച്ച്, പെരിങ്ങനാട് പള്ളി അല്ലേ? ഇതിപ്പോ 2 ദിവസം പെരിങ്ങനാട് പള്ളിക്കൂടാണ്. ശരിയല്ലേ? അല്ലേ? പള്ളിയിൽ വന്നിരുന്ന ആ പ്രതീതിയാണോ ഇപ്പൊ നിങ്ങൾക്ക്? അല്ല. അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാണ്. 1864 നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ചാവറ കുര്യാക്കോസ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് പേര്. അദ്ദേഹമാണ് പള്ളിയെ പള്ളിക്കൂടമാക്കി ഉയർത്തിയത്. അതായത് ഒരു പള്ളിക്ക്, അതായത് കത്തോലിക്കരുടെ വികാരി ജനറലായിരുന്ന ചാവറ കുര്യാക്കോസ് അച്ഛൻ വികാരി ജനറലായിരുന്ന സമയത്ത് ഒരു ഇടയലേഖനം പുറപ്പെടുവിച്ചു. അതിങ്ങനെയാണ്: ഓരോ പള്ളിക്കും ഓരോ പള്ളിക്കൂടം വേണം. അങ്ങനെയാണ് പള്ളിയുടെ കൂടെ എന്ത് വന്നത്? പള്ളിക്കൂടം വന്നത്. അങ്ങനെ ഇത് എന്തായി മാറി? വിദ്യാലയങ്ങളായിട്ട് മാറി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സംഘാടകരെ, ഈ സൺഡേ സ്കൂളിന്റെ സംഘാടകരെ, ഈ പെരിങ്ങനാട് പള്ളിയെ 2 ദിവസം എന്താക്കി മാറ്റി? പെരിങ്ങനാട് പള്ളിക്കൂടമാക്കി മാറ്റി. പെരിങ്ങനാട് പള്ളിക്കൂടത്തിൽ ക്ലാസ് എടുക്കാനാണ് ഞാൻ വന്നേക്കണേ, പെരിങ്ങനാട് പള്ളിയിൽ ക്ലാസ് എടുക്കാനല്ല കേട്ടോ. ഇത് ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഇതുവരെ ബൈബിളിലെ കുറെ വാക്യങ്ങൾ പഠിച്ചില്ലേ? ഇല്ലേ? എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ബൈബിളിലെ വാക്യങ്ങൾ അറിയാം. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ എറണാകുളം സെൻട്രൽ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾ ഭയങ്കര മിടുക്കരാണ്, നിങ്ങൾ ഒരുപാട് അധ്യായങ്ങളൊക്കെ കാണാതെ ബൈബിളിൽ നിന്നൊക്കെ പറയുന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആത്മീയതയായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ എവിടെ ജീവിക്കുന്നത്? സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ സമൂഹവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകണം എന്നതിനെ കുറിച്ച് ക്ലാസ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ സംഘാടകർക്ക്, പള്ളിയിൽ നിന്ന് പള്ളിക്കൂടമാക്കി മാറ്റിയ ഇതിന്റെ സംഘാടകർക്ക് ഒരു ബിഗ് ക്ലാപ്പ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? കുറച്ചും കൂടെ വിശാലമായി ചിന്തിച്ചപ്പോഴാണ് പള്ളിക്കൂടമായിട്ട് മാറണം എന്നുള്ള ചിന്താഗതി ഉടലെടുക്കാനുള്ള കാരണം. മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഇവിടുത്തെ സംഘാടകർ എന്നെ വിളിച്ചപ്പോ, വിനോദ് പാസ്റ്ററിനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ നിങ്ങളുടെ അവിടുത്തെ അത്ര ആത്മീയമായി തീഷ്ണതയിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ വിശ്വാസിയാണ് കേട്ടോ, ദൈവവിശ്വാസിയാണ്. എന്നാലും എനിക്ക് ഒരുപാട് അപാകതയുള്ള ഒരാളാണെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ബൈബിളിലത്തെ കാര്യം പറയാനെന്നല്ല വിളിച്ചേക്കുന്നത്, അതൊരു കുട്ടികളുമായിട്ട് കുറച്ചു നേരം സംവദിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോ ഇതിനു മുമ്പ് ഒരു യൂത്ത് ക്യാമ്പ് നടന്നപ്പോൾ പറഞ്ഞ് ആ ടോപ്പിക്ക് തന്നെ നിങ്ങൾക്കും എടുത്താൽ മതി എന്ന് എന്നോട് പറഞ്ഞു. പിന്നെയാണ് നിങ്ങളുടെ പോസ്റ്റർ ഞാൻ കണ്ടത്. പോസ്റ്ററിനകത്ത് നിങ്ങളുടെ ക്യാമ്പിന്റെ തീം എങ്ങനെയാണ്? നെവർ അലോൺ ബിക്കോസ് വി ആർ ഇൻ ക്രൈസ്റ്റ്. നെവർ അലോൺ ബിക്കോസ് വി ആർ ഇൻ ക്രൈസ്റ്റ്. എന്താ അതിന്റെ അർത്ഥം? ഒരിക്കലും ഒറ്റയ്ക്കല്ല. ആരുടെ കൂടെ ആണെങ്കിൽ? നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അപ്പൊ അതിനകത്ത് തന്നെ ഒരു അൾട്ടീരിയർ ട്രാൻസാക്ഷൻ, ഒരു നിഗൂഢ തല സംഭാഷണം അതിനകത്ത് തന്നെയുണ്ട്. അതെന്താ? നമ്മൾ എപ്പോഴൊക്കെയോ ക്രിസ്തുവിൽ അല്ലാത്തപ്പോ നമ്മൾ എപ്പോഴും എങ്ങനെയാണ്? ഒറ്റയ്ക്കാണ് അല്ലേ? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ എന്തല്ല? ഒരിക്കലും ഒറ്റയ്ക്കല്ല. എന്റെ വിഷയമേ അതല്ല. അപ്പൊ നിങ്ങൾക്കിപ്പോ ക്രിസ്തു ഉള്ളവരാണ് അല്ലേ? എന്റെ വിഷയമേ അതല്ല. അതിന്റെ ഏറ്റവും താഴെ തട്ടാണ്. നമുക്കൊരിക്കലും എന്ത് പറയാൻ പറ്റില്ല? നെവർ അലോൺ ബിക്കോസ് വി ആർ ഇൻ ഫാമിലി, നെവർ അലോൺ ബിക്കോസ് വി ആർ ഇൻ പിയർ ഗ്രൂപ്പ്, നെവർ അലോൺ ബിക്കോസ് വി ആർ ഇൻ സൊസൈറ്റി, നെവർ അലോൺ ബിക്കോസ് വി ആർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റി. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെയൊക്കെയോ അവിടെ എപ്പോഴും നമുക്ക് എന്തുണ്ട്? ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അയ്യോ, ഞാൻ ഒറ്റയ്ക്കാണോ? എന്നെ ആർക്കും ഇഷ്ടമില്ലേ എന്നുള്ള തോന്നൽ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ, സ്കൂളിലായിരിക്കുമ്പോൾ, നമ്മൾ സൊസൈറ്റിയിലായിരിക്കുമ്പോൾ എപ്പോഴൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അതിൽ എന്നെ ആർക്കും ഇഷ്ടമല്ല. തോന്നാറില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയവരൊന്ന് കൈ ഉയർത്തി. അപ്പൊ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അങ്ങനെ തോന്നിയവരാണ്. നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കാണ്. കൈ താത്തിയോളൂ കേട്ടോ, വെരി ഗുഡ്, കൈ താത്തിക്കോളൂ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നവരാണ്, വെരി ഗുഡ്, നന്നായി റെസ്പോണ്ട് ചെയ്യണം കേട്ടോ ഞാൻ പറയുമ്പോൾ. അപ്പൊ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കാണ്. നിങ്ങൾക്കറിയോ നമ്മുടെ ഹാപ്പിനെസ് കോഷ്യന്റ് എത്രയാണെന്ന്? നമ്മുടെ ഇന്ത്യയുടെ ഹാപ്പിനെസ് കോഷ്യന്റ് 136 10 രാജ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടില്ല. 10 രാജ്യങ്ങളിലൊക്കെയാണ് ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലൻഡ്, നെതർലൻഡ്, ലക്സംബർഗ്, ന്യൂസിലാൻഡ്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലൊന്നും നമ്മൾ ഉൾപ്പെടാതെ ഇന്ത്യയുടെ സ്ഥാനം 136ാമത്തെ സ്ഥാനമാണ് ഇതിനകത്ത്, സന്തോഷത്തിനകത്ത്. അപ്പൊ നമുക്ക് എന്ത് കുറവുണ്ട്? സന്തോഷം കുറവുണ്ട്. അതായത് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ പറയാണ് അറിവിന് വേണ്ടി, കണക്കുകൾ സൂചിപ്പിക്കുന്നത്
61% അഡൽട്ടും, അതായത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളില് 61% പേരും ലോൺലിനെസ് ഫീൽ ചെയ്യുന്നവരാണ്. നമ്മുടെ തീം അറിയാലോ അല്ലെ? അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ 61% പേര്. എത്ര വയസ്സിൽ താഴെയുള്ളവരെ? 15 വയസ്സിൽ താഴെയുള്ളവരില്ല 61% പേർക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കൈ ഉയർത്തിയത് അല്ലെ? ഞാൻ എപ്പോഴൊക്കെയോ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നുന്നു. നമ്മുടെ വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ഫീൽ ചെയ്യുക? ഞാൻ ഒറ്റയ്ക്കാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഫീൽ ചെയ്യുക. ഇനി വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം, അതിനനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. വീട്ടിൽ സാധാരണ നമ്മൾ എന്ത് കാണാറുണ്ട്? TV കാണാറുണ്ട് ഇല്ലേ? ഏത് TV കാണാറ്? കൊച്ചു TV. അത് തന്നെ, കൊച്ചു TV നമ്മൾ കാണാറുണ്ട്. കൊച്ചു TVയിൽ എന്നാ പറഞ്ഞ? ഡോറാബുജിയുടെ ഫ്ലവർ എന്ന് പറയൂ. ഫ്ലവർ അല്ലേ? അങ്ങനെയല്ലേ അതിനകത്ത്? ഒന്ന് പറഞ്ഞ എക്സാമ്പിൾ എങ്ങനെയാണ് കൊച്ചു TVയിൽ? തിരിച്ചു പറയണം അല്ലെ? ഓരോന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോ മോളുടെ പേരെങ്ങ? ശ്രേയ എന്ത് കണ്ടോണ്ടിരിക്കുക? കൊച്ചു TV വീട്ടില് കണ്ടോണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. ശ്രേയ പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഭയങ്കര പിടിക്കുക, പഠിക്കാനൊക്കെ ഭയങ്കര പിടിക്കുക. മുഖം കണ്ടാലേ അറിയാം. ആദ്യം തിരിഞ്ഞു നോക്കിയത് ശ്രേയായിരുന്നു. അത്രയും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് ശ്രേയ. അപ്പൊ ശ്രേയ എന്ത് കണ്ടോണ്ടിരിക്കുക? കൊച്ചു TV. ഇനി മറുപടി ഇങ്ങോട്ട് പറയണം കേട്ടോ, ഞാൻ ഓരോന്ന് ചോദിക്കുന്നതിന്. ഇത് ക്ലാസ് ഒന്നല്ല, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നതാ. കൊച്ചു TV കണ്ടോണ്ടിരിക്കുക. ആ സമയത്താണ് ശ്രേയയുടെ അമ്മ ഇവിടെ ഉണ്ടോ? ഏതാ ശ്രേയയുടെ അമ്മ? ഓക്കെ. അപ്പോഴാണ് ശ്രേയയുടെ അമ്മ വീട്ടിലേക്ക് കയറി വരുന്നത്. ശ്രേയയുടെ അമ്മയ്ക്ക് ശ്രേയ പഠിച്ചൊരു IAS ആവണം എന്നാണ് ആരുടെ ആഗ്രഹം. അതൊരു മോശം ആഗ്രഹമൊന്നല്ല കേട്ടോ. അങ്ങനെ എല്ലാ അമ്മമാർക്കും ആഗ്രഹമുണ്ട്. കുറച്ച് പേര് മാത്രമേ അത് പുറത്ത് പറയുള്ളൂ എന്നുള്ളൂ കേട്ടോ. നമ്മുടെ മക്കൾ എല്ലാവരും നല്ല രീതിയിലാവണം എന്ന് തന്നെയാണ് അമ്മമാർക്ക് ആഗ്രഹം. ഇത് കണ്ട അമ്മയ്ക്ക് എന്തും ഇഷ്ടപ്പെട്ടില്ല. കൊച്ചു TV ഇരുന്ന് കളിക്കുന്നത് ശ്രേയയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രേയയുടെ അമ്മ സ്വാഭാവികമായിട്ട് എന്ത് പറയും? വഴക്ക് പറയും. എന്തിനാ ഇപ്പൊ ഈ സമയത്താണോ? നിനക്ക് എന്തോരം പഠിക്കാനുണ്ട്, ആ സമയത്താണോ നീ ഇന്ന് TV കാണുകയും ചെയ്യും. അപ്പൊ ആര് കരഞ്ഞു? ശ്രേയ കരഞ്ഞു. അപ്പോഴാണ് ആര് കയറി വരുന്നത്? അച്ഛൻ കയറി, വെടിക്കറി അച്ഛൻ കയറി വരുന്നത്. അപ്പൊ ഈ കരച്ചില് കണ്ടപ്പോ ആർക്ക് വിഷമായി? അച്ഛന് വിഷമായി. അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ തന്നെ നീ IAS ഒക്കെ നോക്കുവാണോ? ആ കുട്ടി കുറച്ച് നേരം ഇരുന്ന് TV കാണട്ടെന്ന് പറഞ്ഞു. ഇപ്പോ ഈ 3 കാര്യം കിട്ടിയല്ലോ അല്ലെ? ഇനി ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞേക്കുന്നത് 3 റോളുകളാണ് നമുക്ക് ഇവിടെ അഭിനയിച്ച് തീർക്കാനുള്ളത്. അതായത് രക്ഷകൻ, ശിക്ഷകൻ, ബലിയാട്. ഏതൊക്കെയാ? ശിക്ഷകൻ, ബലിയാട്, പെർസിക്യൂട്ടർ, റെസ്ക്യൂർ, വിക്ടിം. ഈ 3 റോളുകളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുക. കിട്ടിയോ? വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും എന്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക? ഈ 3 റോളുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതിനകത്ത് നിങ്ങൾ കാര്യം കേട്ടല്ലോ. ഇതിനകത്ത് നിങ്ങൾ പറയണം, ശ്രേയയുടെ വീട്ടിലെ രക്ഷകൻ ആരായിരുന്നു, ശിക്ഷകൻ ആരായിരുന്നു, ബലിയാട് ആരായിരുന്നു? ശ്രേയ ബലിയാട്, പിന്നെ രക്ഷകൻ അച്ഛൻ, പിന്നെ ശിക്ഷകൻ അമ്മ. കിട്ടിയില്ലേ? ആശയം കിട്ടിയില്ലേ? അപ്പൊ ശ്രേയക്ക് എന്തായി? വിഷമായി. ശ്രേയക്ക് എന്ത് തോന്നി? കുറച്ചു നേരം ഇരുന്ന് കൊച്ചു TV കാണാന്ന് വിചാരിച്ച അമ്മ അത് സമ്മതിക്കില്ല. അമ്മ എന്തായി? ശിക്ഷകനായി. രക്ഷകനായിട്ട് ആര് വന്നു? അച്ഛൻ. അങ്ങനെ അച്ഛന്റെ ബലത്തിൽ ആര് TV കണ്ടോണ്ടിരിക്കുക? ശ്രേയ TV കണ്ടോണ്ടിരിക്കുക. ശ്രേയ TV കണ്ടോണ്ടിരിക്കലാണ്. വെറുതെ അച്ഛൻ ഒന്ന് ബാഗിൽ നോക്കി പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടാറില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് 18 മാർക്ക് കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് അണ്ടർലൈൻ ചെയ്യും. 2 മാർക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് എല്ലാം A+ ആണല്ലേ? ഓക്കെ. അപ്പോ അതിനകത്ത് ജയിച്ചില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യും. ആ സമയത്താണ് A കിട്ടേണ്ട സ്ഥാനത്തൊക്കെ ശ്രേയയ്ക്ക് B-യും C-യും ആണ് കിട്ടിയത്. സ്വാഭാവികമായിട്ട് ആർക്ക് വിഷമം വന്നു? അച്ഛനെ വിഷമം വന്നു. അച്ഛൻ വന്നിട്ട് ശ്രേയയുടെ അടുത്ത് പറഞ്ഞു, മതി, ഇനി മേലാൽ നീ TV കാണാൻ പാടില്ല. അപ്പൊ ആര് കരഞ്ഞു? വീണ്ടും ശ്രേയ. അപ്പോഴും ആരായി? ബലിയാട്. ശ്രേയ അപ്പോഴും ബലിയാടായി. ശ്രേയ കരയണോണ്ട് അമ്മയ്ക്ക് സഹിക്കോ? ഇല്ല. അപ്പൊ അമ്മ അവിടെ ആരായി? അപ്പോ അമ്മ വന്നിട്ട് എന്ത് പറഞ്ഞു? വീണ്ടും അവള് കുറച്ചു നേരം TV കണ്ടോട്ടെ. അപ്പൊ ഇവിടെ അമ്മ ആരായി?